Hello my dear friends, welcome back to Entropy BTech Tuition. This is Afsar. നമ്മൾ ഇന്ന് ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്യാനുള്ള പുതിയൊരു ടൂൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ത്രൂ എ പ്രോബ്ലം. സീ ദിസ് ഇസ് ദ പ്രോബ്ലം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഓരോ ക്ലാസ്സിലും ഓരോ പ്രോബ്ലത്തിലൂടെ പുതിയ പുതിയ ടൂൾസ് പഠിക്കുകയാണ് ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്യാനുള്ള. തൊട്ട് മുന്നേ പഠിച്ചത് എന്തായിരുന്നു? സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫംഗ്ഷൻ പഠിച്ചു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഫംഗ്ഷനാണ് ആര്? വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ പഠിക്കാൻ പോവുകയാണ്. സി, ആദ്യം ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തതിന് പിന്നെ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? എന്താണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ? വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്താണ്? മാത്തമാറ്റിക്കൽ ഇക്വേഷൻസുകൾ എന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയാണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? തൊട്ടു പിന്നെ നമ്മൾ പഠിച്ച സ്ട്രീം ഫംഗ്ഷൻ എന്തിനു വേണ്ടിയായിരുന്നു? 2 ഡയമെൻഷണൽ ഇൻകംപ്രസിബിൾ ഫ്ലോയ്ക്ക് വേണ്ടിയാണ് നമ്മളവിടെ ഈ പറഞ്ഞ സ്ട്രീം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവനൊരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ക്യാൻ ബി for 3 dimensional ഓൾസോ. ഇവൻ 3 dimensional 2 dimensional 1 dimensional നമുക്ക് ആരെ ഡിഫൈൻ ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ഓൾസോ ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലോ ഫീൽഡ്. മൂന്നാമത്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദിസ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ ഇറൊട്ടേഷണൽ ഫ്ലോ. അതായത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സിനകത്തുള്ള ഇറൊട്ടേഷണൽ ഫ്ലോയെ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈസിയറായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിന് മുന്നേ പല പല കണ്ടീഷൻസുകളുണ്ട്. റൊട്ടേഷൻ വെക്ടർ ഉണ്ട്, വോർട്ടിസിറ്റി ഉണ്ട്. പക്ഷെ അതെല്ലാം കുറേ കൂടെ ഈ അനാലിസിസ് നടത്തുമ്പോൾ കുറേ കൂടെ കോംപ്ലക്സ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ സിംഗിൾ ഫംഗ്ഷനായ ഫൈ എന്ന് പറഞ്ഞ ഒരൊറ്റ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് ആ ഫ്ലോ ഫീൽഡ് ഇറൊട്ടേഷനിലാണോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ്. സോ നമുക്ക് ആ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോകാം. എന്താ ഡെഫിനിഷൻ? വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അല്ലേ? വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഒരു ഗ്രീക്ക് ലെറ്ററായ ഫൈ വെച്ചിട്ടാണ് നമ്മൾ അവൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇത് ഞാൻ പറഞ്ഞു, വി ക്യാൻ ഡിഫൈൻ ഇറ്റ് the potential function phi for a 3-dimensional flow also, and it is also for incompressible fluid flow. Plus most important term എന്താണ്? This is only defined for irrotational flow field. അതായത് ഒരു ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ ഫ്ലോയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ ഫ്ലോ ഫീൽഡ് ഇറൊട്ടേഷണൽ ഫ്ലോ ഫീൽഡ് ആണ് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനിലേക്ക് പോകാം. എന്താണ് ഫൈയുടെ ഡെഫിനിഷൻ ഇൻ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ്? ദാറ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ദാറ്റ് ഈസ് ഡിഫറൻസിയേഷൻ ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് വിളിക്കാം ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ എന്ന് വിളിക്കാം. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് യു. അതായത് ഫൈനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് എക്സോ ഡിഫറൻഷിയേറ്റിൽ കിട്ടുന്ന എന്താണ്? ആ പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള നെഗറ്റീവ് വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡോ ഫൈ ബൈ ഡോ വൈ എന്തായിരിക്കും? ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് ഓഫ് വി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡോ ഫൈ ബൈ ഡോ ഇസഡ് ആയിരിക്കും. ദിസ് ഇസ് മൈനസ് ഓഫ് ഡബ്ല്യു. ഈ രീതിയിലാണ് നമ്മൾ ഇവൻ എന്ത് ചെയ്തിരിക്കും? ഡിഫൈൻ ചെയ്ത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മാത്രമേ ഈ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താകത്തുള്ളൂ? ഒരു ഇറൊട്ടേഷണൽ ഫ്ലോ ഫീൽഡ് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ഞാനൊരു വഴി പറഞ്ഞു. ഞാനിപ്പോൾ ആ കാര്യത്തിലൊക്കെ ഇതിൻ്റെ പറയുന്ന ഡെഫിനിഷൻസിലൊക്കെ ഇതിൻ്റെ പറയുന്ന ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ മുന്നേ പഠിച്ചിട്ടുള്ള ഇറൊട്ടേഷണൽ ഫ്ലോ ഫീൽഡ് ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നു? നമ്മൾ ഒമേഗ ഇസെറ്റ്, ഒമേഗ എക്സ്, ഒമേഗ വൈ ചെക്ക് ചെയ്യും. ഇത് ഇൻഡിവിജ്വൽ സീറോ ആണോ അല്ലെങ്കിൽ ഇവൻ സമ്മേഷൻ സീറോ ആണോ നമ്മൾ ചെക്ക് ചെയ്യും. എന്ന് പറയുന്ന പോലെ ഒരു 2 ഡയമെൻഷണൽ ഫ്ലോ ഫീൽഡ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഒമേഗ ഇസെറ്റ് ഇക്വേഷൻ എഴുതുക. ആ ഒമേഗ ഇസെറ്റിനകത്ത് ഈ കാണുന്ന യുവിനും വിനും പകരം നിങ്ങൾ ഇവിടുത്തെ ഫൈര ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ഒമേഗ ഇസെറ്റിൻ്റെ വാല്യൂ സീറോ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇവൻ ഇറൊട്ടേഷണൽ ഫ്ലോ ഫീൽഡിന് വേണ്ടി മാത്രമാണ് ഇവനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് റിവൈൻഡ് അടിച്ച് കേട്ടിട്ട് സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. ഇതുമല്ലാതെ മറ്റൊരു കേസുമുണ്ട്, അത് ആ പ്രോബ്ലത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ഈ പറഞ്ഞ ബേസിക് ഡെഫിനിഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അവരൊരു ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എക്സ് വൈ ക്യൂബ് ബൈ 3 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് വൈ ബൈ 3 പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വെലോസിറ്റി കമ്പോണൻസ് ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. എക്സ് ഡയറക്ഷൻ വെലോസിറ്റി നമുക്കറിയാം യു, വൈ ഡയറക്ഷൻ വെലോസിറ്റി അറിയാം വി. കണ്ടെത്തുക. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. എന്താണ് പറയുന്നത്? ഡോ ഫൈ ബൈ ഡോ എക്സ് റെപ്രസെൻറ്റ്സ് നെഗറ്റീവ് വെലോസിറ്റി ഇൻ ദാറ്റ് ഡയറക്ഷൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? ആദ്യം ഈ ഫൈനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചുകൊണ്ട്. ഓക്കെ, സോ മൈനസ് കോൺസ്റ്റന്റ് ആണ്. ഈ എക്സ് വൈ ക്യൂബ് വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ ബാക്കി എക്സ് അല്ലാത്തതെല്ലാം എന്തായി മാറും? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. സോ മൈനസ് വൈ ക്യൂബ് ബൈ 3 എന്താണ്? കോൺസ്റ്റന്റ്.
പിന്നെ ബാക്കിയുള്ളത് എക്സ് അല്ലേ, ഡോ എക്സ് ബൈ ഡോ എക്സ് എന്തായി പോകുന്നു 1. എക്സ് സ്ക്വയർ ഡിഫറൻഷ്യൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വി വിൽ ഗെറ്റ് 2x കിട്ടും. പ്ലസ് എക്സ് ക്യൂബ് ഡിഫറൻഷ്യൽ എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് 3x². ശരിയല്ലേ? പിന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള y/3 ഞാൻ അതേപോലെ എഴുതി. പ്ലസ് വൈ സ്ക്വയർ ഡിഫറൻഷ്യൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. കാരണം അവിടെ വേരിയബിൾ ആയിട്ടുള്ള എക്സ് ഇല്ല. വി ആർ ഡിഫറൻഷിയേറ്റിംഗ് 5 വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി. പക്ഷേ ഈ കിട്ടിയത് എന്താണ്, വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ബട്ട് നെഗറ്റീവ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ആണ്. നമുക്ക് ആവശ്യം എന്താണ്, പോസിറ്റീവ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ വേണം. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് -u ആണ്. സോ പോസിറ്റീവ് u ഉണ്ടെങ്കിൽ ഇതിന് വിവരം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ശരിയല്ലേ? ഈ മൈനസ് അപ്പുറത്തു വന്നൊരു -y³ എന്തായി മാറുന്നു, +y³ ആയി പോകുന്നു. -2x എന്തായി മാറുന്നു, +2x ആയി മാറുന്നു. +3x എന്തായി മാറുന്നു, ഈ +2 -3 ക്യാൻസൽ ആയി പോയി, -x²y. So we got the velocity, positive velocity component in x direction. അതേപോലെ ആര് കണ്ടെത്തണം, ഡയറക്ഷൻ വെലോസിറ്റി വേണ്ടേ? നമുക്ക് എന്ത് ചെയ്യാം, we can calculate dou phi by dou y. By definition dou phi by dou y is equal to minus of v ആണ്. ഇതേ സെയിം ഫൈ എന്ന് പറഞ്ഞ സ്ട്രീം ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ് വിത്ത് റെസ്പെക്ട് ടു y വെച്ച്. തൊട്ട് മുന്നേ ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഫസ്റ്റ് ടേമിൽ അപ്പോൾ ആരായിരിക്കും നമ്മുടെ വേരിയബിൾ, y ഉള്ള ടേംസ് മാത്രമാണ് വേരിയബിൾ. അപ്പോൾ y³ വേരിയബിൾ ആണ്. -x³ കോൺസ്റ്റന്റ് ഞാൻ അവൻ അതേപോലെ എഴുതി. y³ ഡിഫറൻഷ്യൽ എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് 3y². പിന്നെ -x², ഈ x² എന്ന ടേമിനകത്ത് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് y ഉള്ളവൻ ആരുമില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. പിന്നെ അവസാനത്തെ ടേം നോക്കൂ, x³ y/3. ഇതിനകത്ത് വിത്ത് റെസ്പെക്ട് y ആയതുകൊണ്ട് ആര് കോൺസ്റ്റന്റ് ആണ്, x³ എന്താണ് കോൺസ്റ്റന്റ് ആണ്. y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dou y എന്തായി പോകുന്നു, 1 ആയി പോകുന്നു. y² ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത്, വി വിൽ ഗെറ്റ് 2y. ബട്ട് ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വെലോസിറ്റി ഇൻ v ഡയറക്ഷൻ ആണ്. പോസിറ്റീവ് വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ എന്ത് ചെയ്യണം, ഇവനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൈനസ് ഈ കാണുന്ന കട്ട് ചെയ്ത് കളയാൻ പോകുന്നതിനെ കട്ട് ചെയ്ത് കളയാം. ആരെ കട്ട് ചെയ്ത് കളയാം, ഇവന് കട്ട് ചെയ്ത് കളഞ്ഞു. സോ ദിസ് ഈസ് ഈക്വൽ ടു -x³ y² പ്ലസ് x³/3. സോറി, ഞാൻ ഈ സൈൻ കൊടുക്കാൻ മറന്നുപോയി കേട്ടോ. ഇത് നമുക്ക് എന്തുകൊണ്ട് മൈനസ് അപ്പുറത്ത് പോകണമല്ലോ. മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ ഇവൻ എന്തായി മാറും, ദിസ് വിൽ ബിക്കം പ്ലസ്. ശരിയല്ലേ? ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ ഇവൻ പ്ലസ് ആയി മാറുന്നു. ഈ പ്ലസ് എന്തായി മാറുന്നു, ദിസ് വിൽ ബിക്കം മൈനസ്. ദാറ്റ് ഈസ് -x³/3 -2y. ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ -x³ എന്തായി മാറുന്നു, +x³ y². ഇവൻ -x³/3 -2y. ദിസ് ഈസ് ഈക്വൽ ടു വി. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, u ഡയറക്ഷനിലുള്ള വെലോസിറ്റി y³ +2x -x²y. ഇനി b ഡയറക്ഷനിലെ വെലോസിറ്റി നോക്കൂ നിങ്ങൾ, xy². ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാനിപ്പം ഇവിടെ നിന്ന് x/3 ഞാൻ x³ എഴുതിയതാണ്, ഒരു മിസ്റ്റേക്കാണ്. ദിസ് ഇസ് നോട്ട് x³. കാരണം സിംപിളി xy³/3 നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -x/3 കോൺസ്റ്റന്റ് ആണ്. y³ ചെയ്യുമ്പോൾ 3y² ആണ്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട്, ഇവിടെ ഒരു x³ ഇല്ല, xy². നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. xy² -x³/3 -2y. സോ കറക്റ്റ്. സോ വി ഗോട്ട് ദ ആൻസർ. ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവൻ അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് നമുക്ക് മാറ്റി നടത്താം. കാരണം നമുക്കിനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകണം. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കൂ. ഷോ ദാറ്റ് phi represents a possible case of flow field. ഇതിനു മുന്നേ, അതായത് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ നോക്കൂ. ഈ പറയുന്ന ഫൈ, ഗിവൺ ഫൈ, അല്ലെങ്കിൽ അത് ഇവിടെ തന്നെ പറഞ്ഞു പോകാം, ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്ത് പോകാം. ഈ കാണുന്ന ഫൈ എന്ന് പറയുന്ന സാധനം ഒരു പോസിബിൾ കേസ് ഓഫ് ഫ്ലോ ഫീൽഡ് ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ എ ലാപ്ലാസ് ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് കഥയിലേക്ക് വരാം. നോക്കൂ, ഇഫ് ദ ഗിവൺ ഫൈ represents a possible case of flow field, then it should satisfy, then it should satisfy Laplace equation. And the equation ആണ് Laplace equation satisfy ചെയ്യണം. എന്ന് വെച്ചാൽ dou square phi by dou x square plus dou square phi by dou y square. This should be 0. ഈ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ലാപ്ലാസ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, സാർ ഇതുപോലെ ഒരു ഗിവൺ ഫ്ലോ ഫീൽഡ്
പോസിബിൾ ആണോ, ഫിസിക്കലി എക്സിസ്റ്റിംഗ് ഫ്ലോ ഫീൽഡ് ആണോ ചെക്ക് ചെയ്യാൻ സാറ് യൂസ് ചെയ്തിരുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലേ? സാറല്ലേ പറഞ്ഞത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് മദർ ഓഫ് ഓൾ അതർ ഇക്വേഷൻസ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇങ്ങനെ വരും എന്ന് നിങ്ങൾ ചോദിക്കാം. ആക്ച്വലി ഈ 5 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈങ് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അത് ചെക്ക് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കുറേ കോൺഫിഡൻസ് കിട്ടാനായിട്ട്. നമുക്കറിയാം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോബ്ലം 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണല്ലോ. അപ്പോൾ 2 ഡയമെൻഷണൽ ഇൻകംപ്രസിബിൾ സ്റ്റഡി ഫ്ലോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ പറയുന്നത്? ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ 0. ഇതാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് നിങ്ങൾ യുവിന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? മൈനസ് ഓഫ് ഡോ ഫൈ ബൈ ഡോ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിക്ക് പകരം മൈനസ് ഓഫ് ഡോ ഫൈ ബൈ ഡോ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ആ ലാപ്ലാസ് ഇക്വേഷൻ എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്? ഫൈ ഈ സാറ്റിസ്ഫൈങ് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്, പക്ഷേ അത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, പ്രത്യക്ഷത്തിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നും നമുക്ക് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മനസ്സിലാകത്തില്ല. കാരണം ലാപ്ലാസ് ഇക്വേഷൻ എന്ന ഇക്വേഷൻ കിട്ടിയത് എങ്ങനെയാണ്? ബൈ സാറ്റിസ്ഫൈങ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. കൺസെപ്റ്റിൽ യാതൊരു വ്യത്യാസവുമില്ല, ആ പുറമേ ഉപയോഗിക്കുന്ന ഇക്വേഷൻസിൽ മാത്രമാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സോ വി ആർ ഗോയിങ് ടു അവർ സെക്കൻഡ് പാർട്ട്. എന്താണ്? ലാപ്ലാസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടെത്താം. വാട്ട് ഈസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ? ഡോ സ്ക്വയർ we can use a different color അല്ലേ? ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ. നോക്കൂ നിങ്ങൾ, നമ്മളുടെ ഓൾറെഡി 5 ഉണ്ടായിരുന്നു. ഈ 5നെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതടക്കമുണ്ട്. മൈനസ് വൈ ക്യൂ ബൈ 3 മൈനസ് 2x പിന്നെ 2 പ്ലസ് എക്സ് സ്ക്വയർ വൈ. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നോക്കൂ, മൈനസ് വൈ ക്യൂ ബൈ 3 0. കാര്യം എന്താണ്? അതിൽ എക്സ് കമ്പോണൻ്റ് ഇല്ല, കാരണം അവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. രണ്ടാമത്തെ നോക്കൂ, മൈനസ് 2x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 2 കിട്ടും. മൂന്നാമത്തെ നോക്കൂ, എക്സ് സ്ക്വയർ വൈ ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് പ്ലസ് അല്ലേ? എക്സ് സ്ക്വയർ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് 2x കിട്ടും. വൈ ആരായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. സോ ദ ആൻസർ ഹിയർ ഈസ് മൈനസ് 2 പ്ലസ് 2xy ആണ് ആരെന്ന് പറയുന്നത്? ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ. രണ്ടാമത്തെ നോക്കൂ, ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ ആണ്. ഈ 5നെ 2 പ്രാവശ്യം വൈ വേരിയബിൾ ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ദാടപ്പുണ്ട്. ഈ ഇക്വേഷൻ ഈ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ കിട്ടും. ശരിയല്ലേ? ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയതാണ്? ഈ 5 ഒരു പ്രാവശ്യം വൈ വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡോ 5 ബൈ ഡോ വൈ. സോ നോക്കൂ, മൈനസ് എക്സ് വൈ സ്ക്വയർ ആണ് ഫസ്റ്റ് ടേം. അതിൽ മൈനസ് എക്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വൈ സ്ക്വയർ ആണ് പിന്നെ ഉള്ള ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 2y കിട്ടും. പിന്നെ നോക്കൂ, സെക്കൻഡ് ടേം 0 ആണ്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ക്യൂബ് ബൈ 3. അതിനകത്ത് y ഇല്ല, സോ ദാറ്റ് ഈസ് ഓൾസോ 0. പിന്നെ ആരുണ്ട്? പ്ലസ് 2y ഡിഫറൻഷിയേറ്റ് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 2 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ മൈനസ് 2xy പ്ലസ് 2. ഇതാണ് നമ്മളെ സെക്കൻഡ് ഡെറിവേറ്റീവ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ ചെക്ക് ചെയ്ത് നോക്കാനുള്ളത്? ലാപ്ലാസ് ഇക്വേഷൻ ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ ചെക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ? മൈനസ് 2 പ്ലസ് 2xy. പിന്നെ ആരുണ്ട്? ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ. ദിസ് ഇസ് മൈനസ് 2xy പ്ലസ് 2. നോക്കൂ നിങ്ങൾ, എന്തൊക്കെയാണ് കട്ട് ചെയ്ത് പോകുന്നത്? നോക്കി, ഈ കാണുന്ന മൈനസ് 2 പ്ലസ് 2 കട്ട് ചെയ്ത് പോയി. പ്ലസ് 2xy മൈനസ് 2xy കട്ട് ചെയ്ത് പോയി. എൻ്റെ അർത്ഥം എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു 0. അതായത് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഗിവൺ ഫംഗ്ഷനായ 5 represents a possible case of flow field. Why? Because it satisfies our Laplace equation, which means it is satisfying automatically continuity equations. കണ്ടോ, ഒരു സിമ്പിൾ പ്രോബ്ലത്തിലൂടെ നമ്മൾ എന്ത് പഠിച്ചിരിക്കുകയാണ്? എന്താണ് നമ്മുടെ ഫൈ എന്ന് പറയുന്ന വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, അവൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അവൻ്റെ ഡെഫിനിഷൻസ് എന്താണ്, അവൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസുകൾ എന്താണ്, ഇവൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ലാപ്ലാസ് ഇക്വേഷൻ എന്ത്. ലാപ്ലാസ് ഇക്വേഷൻ നമ്മൾ ഇവിടെയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ സിമ്പിൾ പ്രോബ്ലത്തിലൂടെ ഫൈ എന്ന് പറയുന്ന വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനെ നമ്മൾ പഠിച്ചു. ചിലപ്പോൾ എക്സാമിന് തിരിച്ചു ചോദിക്കാം. അവർ വെലോസിറ്റി കമ്പോണൻസ് വന്നിട്ട് പറയും ഫൈൻഡ് an expression for velocity potential function. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഫൈ തന്നിട്ടുണ്ട്, എന്നിട്ട് അവർ യുവും വിയും കണ്ടുപിടിക്കാൻ പറയും. നേരെ തിരിച്ച് എക്സാമിന് എന്ത് ചോദിക്കാം? യുവും വിയും എന്നിട്ട് അവർ എന്ത് കണ്ടെത്താൻ പറയും? ഫൈൻഡ് an expression for ഫൈ. ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ കണ്ടെത്താൻ ചോദിക്കും.
ഇതൊക്കെ സിമ്പിളാണ്. അത് ഞാൻ തൊട്ട് മുന്നേ എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടെത്തുക എന്ന്. അതേ സെയിം ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയും നിങ്ങൾ ഫോളോ ചെയ്യുക. ഫംഗ്ഷൻസ് ഡിഫറൻ്റ് ആണ്, അത് മറന്നു പോകരുത്. ക്ലിയർ ആയില്ലേ?